ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. ഭാരതത്തിലെ ഏതൊരു മംഗളകർമ്മവും അവസാനിച്ചിരുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദമന്ത്രം ചൊല്ലിയായിരുന്നു. 1947 വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിച്ചു. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, അപ്പോഴെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അത് നടന്നിരിക്കും. അതുകൊണ്ടാണ് ഭാരതം ഇന്നും ജീവിക്കുന്നത്. ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത്, അത്തരത്തിലുള്ള അറിവിന്റെ സ്രോതസ് തേടി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ. അത് ഭാരതമാണ്. ലോകതന്ത്രവും ആരോഗ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ്. AD 10-ാം നൂറ്റാണ്ട് വരെ 4 അക്കമുള്ള സംഖ്യ എഴുതാൻ അറിയില്ല എന്ന യൂറോപ്യന്മാരുടെ മുന്നിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നവരാണ് ഭാരതീയർ. യജുർവേദത്തിൽ കോപ്പർ, ബ്രാസ്, ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളെ നമസ്കരിക്കുന്ന മന്ത്രങ്ങളുണ്ടായിരുന്നു. AD 1500 ശേഷം കണ്ടുപിടിച്ച ഈ ലോഹങ്ങൾ മുഴുവനും യൂറോപ്യൻസ് ക്ലെയിം ചെയ്യുന്നതിനും 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് ഈ ലോഹങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. AD 400 ശേഷം AD 1500 വരെ 100 കണക്കിന് രസതന്ത്ര പുസ്തകങ്ങൾ ഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. ദശരത്നാകരം, ദശസമുച്ചയം, ദശേന്ദ്രസാര സർവസ്വം, ദശേന്ദ്ര ചൂടാമണി തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം തന്നെ നാഗാർജുനനെ പോലുള്ള അതിപ്രഗത്ഭരായ രസതന്ത്രജ്ഞർ എഴുതിയിരിക്കുന്നതാണ്. ഈ പുസ്തകങ്ങളിലെല്ലാം ഓരോ കെമിക്കലുകളും എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതിന്റെ വിവരങ്ങളുണ്ട്. കൂടാതെ സ്വർണം, വെള്ളി, ടിന്ന്, ലെഡ്, അയൺ, കോപ്പർ, മെർക്കുറി എന്നീ മെറ്റലുകൾ എപ്രകാരമാണ് പ്രോസസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ പുസ്തകങ്ങളിലുണ്ട്. പ്രകാശത്തിന് 7 നിറമുണ്ട് എന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ അല്ല, വിശ്വാമിത്ര മഹർഷിയാണ്. സൂര്യദേവൻ തന്റെ 7 രശ്മികൾ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് വേദങ്ങളിൽ എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ്. പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതും സർ ഐസക് ന്യൂട്ടൺ അല്ല. ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് 2022 യോജന വേഗത്തിൽ പ്രകാശത്തെ ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യാധിപതികളായ ഹരിഹരന്റെയും ഗുപ്തന്റെയും ആസ്ഥാന പുരോഹിതനായ സായണാചാര്യനാണ്. ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രാവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിന്റെ ശക്തി കൊണ്ട് അതിലേക്ക് ആകർഷിക്കുന്നു. ഏതൊന്നിനെയാണോ ആകർഷിക്കുന്നത് അത് താഴെ വീഴുക തന്നെ ചെയ്യുന്നു. തുല്യശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ്? 1148 ഭാസ്കരാചാര്യൻ എഴുതിയ ഈ വരികൾ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിന്റെ ഭുവനകോശം എന്ന ഭാഗത്തിലെ 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി കറങ്ങുന്നുവെന്നും സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുവെന്നും കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. ഇന്ന് ഇതിനെല്ലാം നാം പേര് വിളിക്കുന്നത് ഗലീലിയോയെയും കോപ്പർനിക്കസിനെയും ടൈക്കോ ബ്രാഹിയെയുമാണ്. AD 449 ആര്യഭടാചാര്യൻ ഒന്നാമൻ അദ്ദേഹത്തിന്റെ 23-ാം വയസ്സിൽ എഴുതിയ ആര്യഭടീയം എന്ന ഗ്രന്ഥം ഭാരതത്തിലെ ജ്യോതിർ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു. ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചും ഭൂമി സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതിനെക്കുറിച്ചും ഭൂമിയുടെ റൊട്ടേഷനെ കുറിച്ചും റവല്യൂഷനെ കുറിച്ചും അതിന്റെ സ്പീഡിനെ കുറിച്ചും വ്യക്തമായി എഴുതിയിരിക്കുന്ന ആര്യഭടീയം അത്യുജ്വലമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ആദ്യ സാറ്റലൈറ്റിന് ആര്യഭട്ട എന്ന പേര് നൽകിയത്. ആര്യഭടാചാര്യനും ഭാസ്കരാചാര്യനും വിവരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ 10 ഇരട്ടി എക്സ്പ്ലനേഷനോടുകൂടി ബ്രഹ്മഗുപ്തൻ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ എഴുതിയിട്ടുണ്ട്. വൃത്തത്തിന്റെ വിസ്തീർണം, വൃത്തത്തിന്റെ ചുറ്റളവ്, സിലിണ്ടറിന്റെ വ്യാപ്തം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബ്രഹ്മഗുപ്തൻ വളരെ വ്യക്തമായി ഇക്വേഷനോടുകൂടി നൽകിയിരിക്കുന്നു. ഗ്രീൻവിച്ച് രേഖ പണ്ട് ഭാരതത്തിലായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. വരാഹവീരൻ AD 553 അലക്സാണ്ട്രിയയുടെ ലോഞ്ചിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 23.07 ഡിഗ്രി ആയിരുന്നു ഉജ്ജയിനിൽ നിന്ന് അലക്സാണ്ട്രിയയുടെ ലോഞ്ചിറ്റ്യൂഡ്. മോഡേൺ സയൻസ് പ്രകാരം 23.03 ഡിഗ്രി. ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കവാടത്തിൽ പാണിനിയുടെ ഒരു വലിയ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനം പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥമാണ്. മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള ഓരോ രോഗങ്ങളുടെയും അവയുടെ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും ഔഷധങ്ങളുടെയും ഔഷധങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുടെയും ഒക്കെ വരികൾ ചേർത്ത് 51 ശാഖകളുള്ള അഥർവവേദം ഈ നാട്ടിലുണ്ടായിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യൂണിവേഴ്സൽ മെഡിസിൻ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു കോമ്പൗണ്ട് ജലമാണ്. ഏതൊരു അസുഖത്തിനും ജലമല്ലാതെ മറ്റൊരു മരുന്ന് നൽകരുത് എന്ന് യജുർവേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റിസ് ആണ്.
ചരകന്റെയും സുശ്രുതന്റെയും പുസ്തകങ്ങളിൽ നിന്നാണ് താൻ ഔഷധശാസ്ത്രം പഠിച്ചതെന്ന് ഹിപ്പോക്രാറ്റിസ് എഴുതിയ പുസ്തകത്തിൽ തന്നെ 117 പ്രാവശ്യം പറയുന്നു. ചികിത്സയ്ക്കായി ശരീരവും മനസ്സും ഒരുമിച്ച് ചേർക്കണം എന്നാദ്യമായി പറഞ്ഞത് സുശ്രുതനാണ്. ശരീരത്തിനേൽക്കുന്ന ഏതൊരാഘാതവും മനസ്സിനെയും, മനസ്സിനേൽക്കുന്ന ഏതൊരാഘാതവും ശരീരത്തെയും ബാധിക്കുമെന്ന് സുശ്രുത സംഹിതയിൽ പറയുന്നു. BC 700 എഴുതിയ ഈ സിദ്ധാന്തം 1993 വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണ വിധേയമാക്കി. ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ എന്നായിരുന്നു ദീപക് ചോപ്രയുടെ പരീക്ഷണം. ആ പരീക്ഷണം മുഴുവൻ നടത്തിയത് ആധുനിക വൈദ്യശാസ്ത്രം വളരെ കുറച്ചുനാൾ മാത്രം ആയുസ് പറഞ്ഞിരുന്ന എയ്ഡ്സ് രോഗികളിലും ക്യാൻസർ രോഗികളിലുമായിരുന്നു. ഇന്ത്യൻ നോളജിനെ അടിസ്ഥാനമാക്കി ഡോക്ടർ ദീപക് ചോപ്ര രൂപം കൊടുത്ത ക്വാണ്ടം ഹീലിംഗ് എന്ന ചികിത്സാ സമ്പ്രദായം ഫലം കണ്ടു. മെഡിറ്റേഷനും പ്രാർത്ഥനയും മ്യൂസിക് തെറാപ്പിയും വഴി എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും സുഖം പ്രാപിച്ചു. ക്വാണ്ടം ഹീലിംഗ് 21ാം നൂറ്റാണ്ടിലെ അത്യാധുനിക ചികിത്സാ സമ്പ്രദായമായി വിലയിരുത്തപ്പെടുന്നു. ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ല എന്ന് ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്റർ മെഡിറ്റേഷൻ ആയിരിക്കണം എന്ന അമേരിക്കയിൽ നിയമമുണ്ട്. സൂര്യ നമസ്കാരം ഇംഗ്ലണ്ടിലും മറ്റ് വികസിത രാഷ്ട്രങ്ങളിലും രാവിലെ ഓടുന്നതിന് പകരം അവരുടെ ജീവിതചര്യയായി മാറിയിരിക്കുന്നു. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശരീരത്തിലെ 186ഓളം മൂവബിൾ ജോയിന്റുകൾക്ക് വ്യായാമം ലഭിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് മാഗസിന്റെയും ന്യൂയോർക്ക് ടൈംസ് മാഗസിന്റെയും റിപ്പോർട്ട് അനുസരിച്ച് 40 വയസ്സ് കഴിഞ്ഞ അമേരിക്കക്കാരിൽ 64% വ്യക്തികളും യോഗ ചെയ്യുന്നവരാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഡാർവിൻ അല്ല, പതഞ്ജലി മഹർഷിയാണ്. ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഗശാസ്ത്രത്തിലെ വരികൾ അനുസരിച്ച് ആദ്യ ജീവസൃഷ്ടി ആരംഭിച്ചത് മത്സ്യരൂപത്തിലാണ്. അതിനുശേഷം കൂർമാവതാരമായി. കൂർമ്മത്തിൽ നിന്നുള്ള പരിണാമം വരാഹത്തിലേക്ക്, വരാഹത്തിൽ നിന്നും പകുതി മനുഷ്യനും പകുതി ജന്തുവുമായ നരസിംഹത്തിലേക്കുള്ള പരിണാമം. ആധുനിക ശാസ്ത്രമനുസരിച്ച് എസ്കിമോകളാണ് ലോകത്തിൽ ജനിച്ച ആദ്യത്തെ മാനവരാശി. പൊക്കം കുറഞ്ഞ 4 അടി മാത്രം പൊക്കമുള്ള എസ്കിമോകളെ താരതമ്യം ചെയ്യാൻ പാകത്തിനുള്ള വാമനനിലേക്കാണ് അടുത്ത പരിണാമം. കല്ലുകളെ ആയുധമാക്കി വേട്ടയാടാൻ ആരംഭിച്ച മനുഷ്യനെ പ്രതിനിധീകരിക്കാൻ പരശുരാമാവതാരം. പരശുരാമനിൽ നിന്നും വിവേചനവും ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർത്ത് ഒരു രാജ്യം നിർമ്മിക്കുന്ന ശ്രീരാമാവതാരം. അവിടെ നിന്ന് ശരിയും തെറ്റും ശാസ്ത്ര സത്യങ്ങളും ആത്മീയ സത്യങ്ങളും വിവേചിച്ചറിയുന്ന മാനേജ്മെന്റ് വിദഗ്ധനായ ശ്രീകൃഷ്ണാവതാരം. ധർമാധിഷ്ഠിതമായ മാനേജ്മെന്റ് ലോകത്തിന് സംഭാവന ചെയ്ത ശ്രീകൃഷ്ണാവതാരം നടന്നത് BC 3100കളിലായിരിക്കണം. Le Chatelier പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനം ഭഗവത്ഗീതയാണ്. Whenever the system is in equilibrium is disturbed, the system will adjust itself in such a way that the effect of the change is nullified. ഇതേ കാര്യം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തത്തത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി വേണ്ടതെല്ലാം പ്രകൃതി തനിയെ ചെയ്യുന്നു. ഞായറാഴ്ച അവധി ദിവസമായിരിക്കണം എന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരല്ല, ചാണക്യനാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിർബന്ധമായും 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും 45 മിനിറ്റ് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും വർഷത്തിൽ 1 മാസം മെഡിക്കൽ ലീവ് കൊടുക്കണമെന്നും 10 ദിവസം കാഷ്വൽ ലീവ് കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഖനികളിലും പട്ടാളത്തിലും ജോലി ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 2 ദിവസം ലീവ് കൊടുക്കണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ശർമ്മ AD 505 എഴുതിയ പഞ്ചതന്ത്രം എന്ന പുസ്തകം അമേരിക്കയിലെ CIA സിലബസിന്റെ ഭാഗമാണ്. ലോഹതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം ഇന്നും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ ലൈബ്രറിയാണ് ഓഡ്ലിയൻ ലൈബ്രറി. അവിടെ 20,000-ഓളം വരുന്ന ചെറിയ കറുത്ത പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1946 വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ താളിയോല ഗ്രന്ഥങ്ങളാണ് ആ കറുത്ത പെട്ടികളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രശസ്തരായ പല ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇന്നും ആ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 442 ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ലോകം ഭാരതത്തിന്റെ മുന്നിൽ 2 കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞവരിൽ ഒരാള് മാക്സ് മുള്ളറായിരുന്നു. 11 വർഷം സംസ്കൃതം പഠിച്ച് വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ അടങ്ങിയ ദ ബുക്സ് ഓഫ് ഓറിയന്റൽസ് എഴുതിയ മഹാപണ്ഡിതനായിരുന്നു മാക്സ് മുള്ളർ. നമ്മൾ യൂറോപ്യന്മാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ജീവിച്ചിരുന്നു.
അവരുടെ സംഭാവനകൾ നാം മറക്കരുത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഭഗവത്ഗീതയില്ലായിരുന്നെങ്കിൽ E=mc² എന്ന ഇക്വേഷൻ തനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നും ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതുവരെ അദ്ദേഹം ഭഗവത്ഗീത തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം വേദം എഴുതിയ വേദവ്യാസൻ മുക്കുവനാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ബ്രാഹ്മണനായിരുന്നില്ല. വൈതരയൻ ചണ്ടാളനായിരുന്നു. വാൽമീകി കാട്ടാളനായിരുന്നു. ഇവർക്കെല്ലാം വേദം പഠിക്കാമെങ്കിൽ, ഇവർക്കെല്ലാം വേദരചന നടത്താമെങ്കിൽ ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ എന്ന നിലപാടിൽ അർത്ഥമില്ല. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണെന്നും കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനായി തീരുന്നതെന്നും ഭഗവത്ഗീത പറയുന്നു. ബ്രഹ്മം എന്നാൽ വിദ്യ എന്നാണ്. വിദ്യ നേടുകയും വിദ്യ കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്രാഹ്മണന്റെ ദൗത്യം. ലോകത്തിൽ 68 ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുണ്ട്. 60ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുമുണ്ട്. 82% ഹിന്ദുക്കളുള്ള ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാരും പറഞ്ഞിട്ടില്ല. കാരണം 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ പൈതൃകം ഇവിടുത്തെ ഹിന്ദുക്കളുടേതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടേതാണ്, ഇവിടുത്തെ മുസ്ലിമുകളുടേതാണ്. ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സനാതന ധർമ്മത്തിന്റെ തുല്യ അവകാശികളാണ്. അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ്. ആ ഭാരതത്തെ കുറ്റം പറയാൻ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കരുത്. ഭാരതത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഭാരതമാതാവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. രോഗിയായ നിങ്ങളുടെ അമ്മയെ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്ന വേദന നിങ്ങളുടെ മാതൃഭൂമിയെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം. രോഗിയായ അമ്മയെ കളിയാക്കുന്നത് കണ്ട് ചിരിക്കുന്ന മക്കൾക്ക് മക്കളുടെ സ്ഥാനമുണ്ടാവില്ല. 1000 വർഷത്തെ വിദേശാക്രമണത്തിന് വിധേയമായിട്ടും നമ്മുടെ രാഷ്ട്രം മരിച്ചില്ല. നമ്മുടെ സംസ്കാരം ഇന്നും ജീവിക്കുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ടൊരു രക്ഷിതാവിന്റെ കയ്യിൽ ഒരു വേൾഡ് മാപ്പ് ഉണ്ടായിരുന്നു. വേൾഡ് മാപ്പ് എന്താണെന്നറിയാത്ത അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള മകൻ കളിക്കുന്നതിനിടയിൽ ആ മാപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കീറിക്കളഞ്ഞു. പിതാവ് എത്ര ശ്രമിച്ചിട്ടും ആ മാപ്പ് നേരെയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വൻകരകളും സമുദ്രങ്ങളും ശരിയായ സ്ഥാനത്ത് വരാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവസാനം ആ പിതാവ് വേൾഡ് മാപ്പിന്റെ കഷ്ണങ്ങളെല്ലാം ചുരുട്ടിക്കൂട്ടി ആ ടേബിളിൽ വെച്ചിട്ട് മകനോട് പറഞ്ഞു, എടാ കുരുത്തം കെട്ടവനെ, നീയല്ലേ ഇത് നശിപ്പിച്ചത്, ഇനി നീ തന്നെ ഇത് നന്നാക്കൂ. അച്ഛൻ 3 മണിക്കൂർ ശ്രമിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത പടം മകൻ 3 മിനിറ്റ് കൊണ്ട് നന്നാക്കി. അച്ഛൻ വന്ന് നോക്കുമ്പോൾ വേൾഡ് മാപ്പ് റെഡി. അദ്ദേഹം മകനോട് ചോദിച്ചു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്നെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നുള്ളൂ, പിന്നെ ഈ ഭൂഗോളപടം നീ എങ്ങനെ നന്നാക്കി? വൻകരകളുടെയും സമുദ്രങ്ങളുടെയും യഥാർത്ഥ സ്ഥാനം നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പോൾ മകൻ മറുപടി പറഞ്ഞു, ഏത് വേൾഡ് മാപ്പിന്റെ കാര്യമാണ് അച്ഛൻ പറയുന്നത്? അവൻ ഭൂഗോളപടമേ കണ്ടിട്ടില്ല. ആ വേൾഡ് മാപ്പിന്റെ പിന്നിൽ ഒരു സിനിമാ നടന്റെ പടമുണ്ടായിരുന്നു. ആ ചെറിയ കുട്ടി കണ്ണ് കണ്ടു, കൈ കണ്ടു, കാല് കണ്ടു. കണ്ണവിടെ നിൽക്കണം, കൈയവിടെ നിൽക്കണം, കാലവിടെ നിൽക്കണം എന്നവനറിയാം. ഒരു ഭാഗത്ത് വ്യക്തി ശരിയായപ്പോൾ മറുഭാഗത്ത് ലോകം ശരിയായി എന്നാണ്. ആ ഒരു വ്യക്തി നിങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിനയപൂർവ്വം നിങ്ങളുടെ സ്നേഹിതൻ മെൽബിൻ സുരേഷ്.